മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസിൽ കടുപ്പിച്ച് ഇഡി. എക്സാലോജിക്കിന് CMRL നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതിയിൽ ഇഡി. ചെലവ് കണക്കുകൾ CMRL പെരുപ്പിച്ചു കാട്ടി. കേസിലെ ECIR ഹർജിക്കാർക്ക് നൽകാനാകില്ലെന്നും ഇഡി കോടതിയിൽ. ISRO ഗൂഢാലോചന കേസിൽ CBI നൽകിയ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. പ്രതികൾക്ക് നോട്ടീസ് അയച്ച CJM കോടതി. നോട്ടീസ് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്ക്. ജൂലൈ 26-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. രാജ്യത്ത് മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ പിഴിയാനുള്ള ജിയോ എയർടെൽ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്ക് ജൂലൈ 3 മുതൽ. കോഴിക്കോട് കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡിന്റെ നവീകരണത്തിന് 53 ലക്ഷം രൂപ അനുവദിച്ചു. തീരുമാനം റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന്. കേരള വിഷനും മറ്റുള്ള TV ചാനൽസും എല്ലാവരും ഇത് ചെയ്തത് കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രയാസങ്ങൾ. അല്ലാണ്ട് ഞങ്ങൾ ഒരുവിധം അതോറിറ്റീസിനെയൊക്കെ ഫോണിൽ കൂടെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യവും നടന്നിട്ടില്ല. പക്ഷേ TVക്കാർ വന്ന് അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉള്ളതാണെന്ന് കണ്ട് അറിഞ്ഞ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് വലിയ ഉപകാരമായി ഈ കാര്യങ്ങൾ. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് പരമ്പര നാവാ കുഴിയടയ്ക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. കോഴിക്കോട് തൊടുകയിൽ 36 കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. നെയ്യാറ്റിൻകരയിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് 65-കാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ KSEBിക്കെതിരെ പ്രതിഷേധം. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് ഒരു മരണം. വടകരയിലെ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കേസിൽ അന്വേഷണം നടക്കുന്നുവെന്ന് മന്ത്രി MB രാജേഷ്. മന്ത്രി യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുവെന്ന് പ്രതിപക്ഷം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ജയരാജൻ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി.